ഹലോ ഫ്രണ്ട്സ്, ചെമ്പനീർ പൂ സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാനിരിക്കുന്ന ഒരു അടിപൊളി കിട്ടിയില്ല എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. നല്ല രസകരമായ ഒരു എപ്പിസോഡാണ്, വളരെ രസകരമായ, നമ്മളൊക്കെ കാണാൻ കാത്തിരുന്ന ഒരു എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചന്ദ്രയാണെങ്കിൽ ഇപ്പോൾ ശ്രുതിയെ ഒന്ന് പിടിച്ചിരിക്കുകയാണ് കേട്ടോ. ശ്രുതിയെ എങ്ങനെയെങ്കിലും താഴ്ത്തിക്കെട്ടാനായിട്ട് നോക്കുകയാണ്. ശ്രുതിയെക്കുറിച്ചിട്ട് കുറച്ച് വിവരങ്ങളൊക്കെ ബീരാൻ പറഞ്ഞ് അറിഞ്ഞത് കൊണ്ട് തന്നെ ശ്രുതി അത്ര വലിയ പുള്ളിയുള്ളൊന്നും അല്ലെന്നും ശ്രുതി അങ്ങനെ മലേഷ്യയിലൊന്നും ആരും ഇല്ല എന്നൊക്കെ മനസ്സിലാക്കുകയാണ് കേട്ടോ. അങ്ങനെയൊക്കെ ആയി കഴിയുമ്പോഴേക്കും നമ്മുടെ ചന്ദ്രയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടായിട്ട് ദേഷ്യം വരുവാണ് നമ്മുടെ ശ്രുതിയോട്. അങ്ങനെ ശ്രുതി ചെറിയ പണി ഒരു മാലയൊക്കെ കൊണ്ട് സമ്മാനമായിട്ട് കൊടുക്കുന്നുണ്ട്. ആ മാലയിട്ട് ചന്ദ്ര പോയി കഴിയുമ്പം ആ മാല ശ്രുതി ആൻ്റണിയുടെ കയ്യിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. അത് ആൻ്റണിയുടെ കയ്യിൽ നിന്ന് വെറുതെ വാങ്ങിയതൊന്നുമല്ല. ആൻ്റണി ഒരു മോഷ്ടാവിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയത് ശ്രുതി ചൂളുവിലയ്ക്ക് അടിച്ചെടുത്ത് അതുകൊണ്ടൊന്ന് ചന്ദ്രയ്ക്ക് സമ്മാനിക്കുകയാണ് ചെയ്തത്. അപ്പോൾ നല്ല ഡിസൈനൊക്കെയുള്ള ഒരു സ്വർണ്ണമാലയാണ്. ചന്ദ്രയ്ക്ക് അങ്ങ് ബോധിച്ചിരിക്കുകയാണേ. അങ്ങനെ അതിട്ടുകൊണ്ട് പോകുന്ന ചന്ദ്രയെ പോലീസ് പൊക്കുകയാണ്. പിന്നെ പറയാനില്ലല്ലോ, ശ്രുതി മോഷ്ടിച്ചതാണെന്നുള്ള വിവരം കൂടി അങ്ങ് അറിയാണ്. തീർന്നു. ചന്ദ്ര ഉറഞ്ഞു തുള്ളുവാണ്. എടി മൂദേവി, നീ എന്നെ ജയിലിൽ വരെ കയറ്റിയല്ലേ? നീ ഈ മോഷ്ടിച്ച മാല കൊണ്ടുവന്ന് എനിക്ക് തന്ന് എന്നെ പോലീസ് സ്റ്റേഷനിൽ കയറ്റി ഇറക്കിയില്ലേടി മൂദേവി എന്നും പറഞ്ഞ് നമ്മുടെ ശ്രുതിയുടെ നേരെ അങ്ങ് തകർത്ത് ആടുകയാണ് കേട്ടോ. ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ശ്രുതിയോട് വളരെ മോശമായിട്ട് പറയുക. ചന്ദ്ര ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ചന്ദ്ര പറയുന്നുണ്ട്, രേവതി മാല കെട്ടിയിട്ടാണേലും അവൾ കണ്ടില്ലേ, അവൾ സച്ചിക്ക് വണ്ടി വാങ്ങി കൊടുത്തത് കണ്ടില്ലേ, അതുപോലെ ഓരോ കാര്യങ്ങളും അവൾ ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരുത്തി ബ്യൂട്ടി പാർലറിൽ പോകുന്നു, അവിടെ പോകുന്നു, ഇവിടെ പോകുന്നു, വലിയ പണക്കാരിയാണെന്ന് ഭാവിച്ച് നടക്കുന്നു. എല്ലാവരും മലേഷ്യയിൽ. പക്ഷെ എന്ത് ചെയ്യാനാ, ഒരു 10 പൈസയുടെ ഉപകാരം എനിക്കില്ല. എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സമ്മാനം പോലും കൊടുത്തരാൻ ഇവളെ കൊണ്ട് സാധിച്ചിട്ടില്ല. പണക്കാരിയാണെന്നുള്ള പറച്ചിൽ മാത്രമേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ ചന്ദ്ര പറയുക. അപ്പം ഇത് കേട്ടോണ്ട് നിൽക്കുമ്പോഴേക്കും നമ്മുടെ ശ്രുതിക്ക് മനസ്സിലാകുകയാണ് ഇനിയിപ്പോൾ ഇത് ശരിയാകത്തില്ല. എന്തെങ്കിലുമൊക്കെ സമ്മാനം വാങ്ങിക്കൊടുത്ത് ഇവരെ തൃപ്തിപ്പെടുത്തിയില്ലെങ്കിൽ ഇത് ശരിയാവാൻ പോകുന്നില്ല എന്ന് മനസ്സിലാകുക. അങ്ങനെ ശ്രുതി മനസ്സിൽ ഓർക്കുകയാണ്, ഇനിയിപ്പോൾ എങ്ങനെയെങ്കിലും ഇവർക്ക് എന്തെങ്കിലും ഒരു സമ്മാനം വാങ്ങിക്കൊടുക്കണം. അല്ല, അതിന് എവിടുന്നാ എൻ്റെ കയ്യിൽ പണം ഇരിക്കുന്നത്? സ്വർണ്ണമൊക്കെ വാങ്ങണമെങ്കിൽ ഇപ്പോൾ എന്തുമാത്രം വിലയാണ്. ഇത്രയും വില കൊടുത്ത് എന്തെങ്കിലും സ്വർണം വാങ്ങി കൊടുക്കാൻ പറ്റുമോ? എന്തായാലും സ്വർണ്ണമായിട്ട് കൊടുത്തില്ലെങ്കിൽ അതൊന്നും അവർക്ക് പിടിക്കുകയില്ല അവരുടെ കണ്ണിൽ. എന്ത് ചെയ്യാനാ ഞാൻ എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അത് സംഭവിക്കുന്നത്. അതേസമയം ഒരു ദിവസം ചന്ദ്രയ്ക്ക് ഒരു കല്യാണമുണ്ട്. ഒരു കല്യാണത്തിന് വേണ്ടിയിട്ട് പോവാണ് ഭാമയും ചന്ദ്രയും കൂടെ. അങ്ങനെ നല്ല അണിഞ്ഞൊരുങ്ങിയാണ് കേട്ടോ പോകുന്നത്. അതിനൊക്കെ മുമ്പ് നമ്മുടെ ശ്രുതി ഒരു മാല സമ്മാനിക്കുന്നുണ്ട് ചന്ദ്രയ്ക്ക്. കാരണം തൽക്കാലം ഒന്ന് പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എങ്ങനെയാണെന്ന് വെച്ചാൽ ചന്ദ്ര പറയുന്നുണ്ട്, നീ വലിയ മലേഷ്യക്കാരിയാണെന്നും നിൻ്റെ അച്ഛൻ മലേഷ്യയിലാണെന്നും ഒക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ഒരു സമ്മാനങ്ങളും എനിക്ക് കൊണ്ട് തന്ന് കാണുന്നില്ല. എല്ലാവരും കൊണ്ടുവന്ന് സ്വർണം കെട്ടുകണക്കിനാണ് കൊടുക്കുന്നത്. ഇവിടെ എനിക്കൊരു മാല പോലും കൊണ്ട് തന്നിട്ടില്ല നിങ്ങളാരും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ചന്ദ്ര വല്ലാതെ ശ്രുതിയെ അങ്ങ് താഴ്ത്തിക്കെട്ടാൻ തുടങ്ങുമ്പം ഒന്ന് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ശ്രുതി ഒരു പണി ചെയ്യുന്നുണ്ട് കേട്ടോ. എങ്ങനെയെങ്കിലും ഇവർക്ക് ഒരു മാല കൊണ്ട് കൊടുത്ത് എങ്ങനെയെങ്കിലും ഒതുക്കണമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ശ്രുതി നമ്മുടെ ആൻ്റണിയുടെ അടുത്താണ് പോകുന്നത് കേട്ടോ. ആൻ്റണിയാണ് തരികിടെ രാജാവാണല്ലോ. അങ്ങനെ ആൻ്റണിയും ശ്രുതിയും തമ്മിൽ നല്ല കണക്ഷനും നേരത്തെ തന്നെ നല്ല ബന്ധമൊക്കെ ഉണ്ട്. അങ്ങനെ ശ്രുതി അത് കല്യാണിയാണെന്നുള്ള സത്യമൊക്കെ നമ്മുടെ ആൻ്റണിക്ക് അറിയാം കേട്ടോ. ശ്രുതിയെക്കുറിച്ചുള്ള പൂർവ്വകാല ചരിത്രം മുഴുവൻ ആൻ്റണിക്കറിയാം. അങ്ങനെ ആൻ്റണിയും ശ്രുതിയും കൂടെ ഒത്തുകൊണ്ടാണ് ഈ പണിയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ആൻ്റണിയോട് ചെന്നിട്ട് ശ്രുതി പറയുന്നുണ്ട് കേട്ടോ, എൻ്റെ അമ്മായിയമ്മയ്ക്ക് ഒരു മാല വേണമെന്ന് പറയുന്നുണ്ട്. അവർക്കൊരു മാല കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ പിന്നെ ആ കാര്യങ്ങളൊക്കെ കുറച്ച് നാളത്തേക്ക് നമുക്കങ്ങ് പിടിച്ചു നിൽക്കാം എന്ന് പറയുകയാണ്. അപ്പോൾ ആൻ്റണി പറയുന്നുണ്ട്, അത്രയേ ഉള്ളോ, നിനക്കൊരു മാല ഞാൻ തന്നാലോ എന്ന് പറയുമ്പം ഉടനെ തന്നെ ശ്രുതി പറയുക, പിന്നെ മാല വാങ്ങാനായിട്ട് പറ്റിയ സമയമാണ്, എൻ്റെ കയ്യിൽ അതിനു മാത്രം പണമൊന്നുമില്ല, സ്വർണത്തിനൊക്കെ ഇപ്പം എന്താ വിലയെന്നറിയില്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ ആൻ്റണി പറയുന്നുണ്ട്, എൻ്റെ കയ്യിൽ ഒരു സാധനമുണ്ട്, ഒരു അടിപൊളി ആൻറ്റിക് പീസാണ്, ഒരു നല്ല മാല, അത് നിൻ്റെ അമ്മായിമ്മയ്ക്ക് കൊടുത്താൽ മതി, നല്ല ഒരു ഡിസൈനാണെന്ന് പറയാണ്. അപ്പോൾ ശ്രുതി ചോദിക്കുക, അത് സ്വർണം തന്നെയാണോ എന്ന് ആൻ്റണിയോട് ചോദിക്കുക.
അപ്പോൾ ആൻ്റണി പറയുന്നുണ്ട് അതൊക്കെ സ്വർണം തന്നെയാണ്, അത് വേറൊരാൾ വഴി എൻ്റെ കൈ വന്നതാ. നമ്മുടെ കൂട്ടത്തിലുള്ള അവനുണ്ടല്ലോ, അവൻ മോഷ്ടിച്ചുകൊണ്ട് വന്ന മാലയത്. ആ മോഷ്ടിച്ച മുതലായതുകൊണ്ട് തന്നെ അവന് സ്വർണ്ണക്കടയിലൊന്നും കൊണ്ട് വിൽക്കാൻ പേടിയായിട്ട് അവൻ എൻ്റെ അടുത്ത് കൊണ്ടുവന്നിരുന്നു. നല്ല വിലയുള്ള മാലയെ, എങ്ങനെ പോയാലും 5 ലക്ഷം രൂപ മതിക്കുന്ന മാലയത്. അത് ഞാൻ 1 ലക്ഷം കൊടുത്ത് അവനോട് അതങ്ങ് വാങ്ങി എന്ന് പറയാണ്. അപ്പോഴേക്കും നമ്മുടെ ശ്രുതി ചോദിക്കുന്നുണ്ട്, 1 ലക്ഷം രൂപയോ? അപ്പം ഞാൻ 1 ലക്ഷം രൂപ തരണം ആൻ്റണിക്കല്ലേ? നീ 1 ലക്ഷം രൂപ തന്നിട്ട് ആ മാല കൊണ്ടുപോക്കൂ? 5 ലക്ഷം വില മതിക്കുന്ന മാലയാ ഇന്നത്തെ വിലയ്ക്ക്, അറിയോ നിനക്ക്? ഇതിപ്പം കട്ട മുതലായതുകൊണ്ടാണ്. പിന്നെ നിൻ്റെ അമ്മായിയമ്മയുടെ കൈ കിട്ടി അത് കട്ടതാണോ മോഷ്ടിച്ചതാണോ എന്ന് ആരാ അറിയുന്നത്? കുറ്റം പറയാൻ പറ്റില്ല കേട്ടോ. നല്ല ഒന്നാം തരം ഡിസൈനാണ്. ഓ, അങ്ങനെ ഒറ്റയൊരു പീസേ കാണുള്ളൂ എന്നൊക്കെ പറയുക. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, എന്നാൽ ശരി, 1 ലക്ഷം രൂപയ്ക്ക് കിട്ടുമല്ലോ, കണ്ടാൽ നല്ല മതിപ്പൊക്കെ ഉള്ളതല്ലേ, അതിങ്ങ് തന്നേരെ, തൽക്കാലം അത് കൊണ്ട് കൊടുത്ത് അവരെ ഒന്ന് ഒതുക്കാം എന്നൊക്കെ പറഞ്ഞ് ആൻ്റണിയോടാണ് കേട്ടോ ഈ മാല വാങ്ങുന്നത്. അങ്ങനെ ആൻ്റണിയോട് ഈ മാല കൊണ്ട് നേരത്തെ തന്നെ ചന്ദ്രമതിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചന്ദ്രമതിയുടെ കയ്യിൽ ആ മാലയുണ്ട്. അപ്പോൾ ഈ കല്യാണത്തിന് പോകാൻ വേണ്ടി ഒരുങ്ങുന്ന സമയത്ത് ചന്ദ്രമതി ആലോചിക്കുക, നല്ലൊരു ഡിസൈനുള്ള മാല ഈ സാരിക്ക് ചേരുന്ന എങ്ങനെയെങ്കിലും കൊടുക്കണമല്ലോ. അപ്പോൾ പിന്നെ ശ്രുതി തന്ന ആ മാല അലമാരിയിൽ ഇരിപ്പുണ്ട്. കുറച്ച് നാളായാലും അവളത് കൊണ്ട് തന്നിട്ട് ഇതുവരെ ഞാനതൊന്നും ഇട്ട് നോക്കിയില്ല. അല്ല, അതിടാനൊരു അവസരം കിട്ടിയില്ലെന്ന് പറയാം. എന്തായാലും ഇന്ന് കല്യാണത്തിന് പോവാം, ആ മാല ഇട്ടുകൊണ്ട് പോവാം, ഭാമയൊക്കെ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് ചന്ദ്രമതി ആ മാലയൊക്കെ എടുത്തിട്ടാണ് ഒരുങ്ങി പോകുന്നത്. അങ്ങനെ ഭാമയും ചന്ദ്രമതിയും കൂടെ കല്യാണ വീട്ടിലെത്തുകയാണ്. അപ്പം കല്യാണ വീട്ടിലെത്തുമ്പോഴും ഭാമ ചോദിക്കുന്നുണ്ട്, ഇത് കൊള്ളാവല്ലോ ചന്ദ്രമതി, നല്ല മാലയാണല്ലോ, ഇതെവിടുന്ന നിനക്ക്? ഇതുപോലുള്ള ഡിസൈൻ ഞാൻ എങ്ങും കണ്ടിട്ടില്ല, നല്ല രസമുണ്ട് എന്നൊക്കെ പറയണം. അപ്പം ചന്ദ്രമതി പറയുന്നുണ്ട്, ഇതെൻ്റെ മരുമോള് എനിക്ക് വാങ്ങി തന്ന ശ്രുതി, അവളുടെ അച്ഛൻ മലേഷ്യയിൽ നിന്ന് കൊണ്ടുവന്ന മാല ഇത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര അഹങ്കാരത്തോടെ ആ മാല ഇങ്ങനെ പിടിച്ച് എടുത്തൊക്കെ പുറത്തിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ കല്യാണ സ്ഥലത്ത് വേറൊരു പെൺകുട്ടി ഇത് കാണുകയാണ്. അവരുടെ മാലയാണ് കേട്ടോ, ആ സ്ത്രീയുടെ മാലയാണിത്. അവർ ഈ മാല കാണുമ്പോഴേ അവർ മനസ്സിൽ വിചാരിക്കുകയാണ്, ഇത് എൻ്റെ മാലയാണല്ലോ, ഇത് എൻ്റെ നഷ്ടപ്പെട്ടു പോയ മാലയാണ്, ആരോ മോഷ്ടിച്ചുകൊണ്ട് അന്ന് പോയ ആ മാല, അതെങ്ങനെ ഇവരുടെ കഴുത്തിൽ വന്നു? അതെ, അത് തന്നെയാണ്, ഈ ഡിസൈൻ ഞാൻ പ്രത്യേകം പറഞ്ഞു കൊടുത്ത് പണിയിപ്പിച്ച, അതുകൊണ്ട് ഇതുപോലെ വേറൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല, അത് തന്നെയാണ് എന്നൊക്കെ പറഞ്ഞ് ആ മാലയിലേക്ക് അവരിങ്ങനെ സൂക്ഷിച്ച് നോക്കുകയാണ്. അപ്പം നമ്മുടെ ചന്ദ്രമതി വിചാരിക്കുന്ന ആ മാലയുടെ ഭംഗി കണ്ടിട്ട് ഇങ്ങനെ നോക്കുകയെന്ന് വെച്ച് വലിയ ഗമയ്ക്ക് എടുത്ത് പുറത്തൊക്കെ ഇട്ട് ഇങ്ങനെ ഞെളിഞ്ഞ് നിൽക്കുന്നൊക്കെ ഉണ്ട്. അപ്പോഴേക്കും അവർ പറയാണ്, ഇത് നിങ്ങളുടെ മാല തന്നെയാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ചന്ദ്രമതി പറയാം, പിന്നെ എൻ്റെ മാലയല്ലാതെ വേറെ വല്ലവരുടെ മാല എൻ്റെ കഴുത്തിൽ വന്ന് വീഴുമോ? അപ്പോൾ അവർ പറയാണ്, ഇത് എൻ്റെ മാലയാണല്ലോ, എൻ്റെ മാല മോഷ്ടിച്ചുകൊണ്ട് പോയതാ ആരോ, ആ മാല തന്നെ ഇത്, ഇതിൻ്റെ ഡിസൈൻ കാണുമ്പോൾ എനിക്കറിയാം. അപ്പോൾ ചന്ദ്രമതി പറയാം, മോഷ്ടിച്ച മാലയൊന്നും അല്ല ഇത്, ഇതെൻ്റെ മരുമോൾ എനിക്ക് തന്ന മാലയാണ്, അവളുടെ അച്ഛൻ മലേഷ്യയിൽ നിന്ന് കൊണ്ടുവന്ന മാലയാണ് ഇത്, അത് നിങ്ങൾക്കറിയോ? അപ്പോൾ അവർ പറയാം, പിന്നെ മലേഷ്യയിൽ നിന്ന്, ഇത് എൻ്റെ മാല തന്നെയാണ്, ഇത് കാണുമ്പോൾ എനിക്കറിയാം ഇതെൻ്റെ മാലയാന്ന്, ഈ ഡിസൈൻ ഞാൻ പറഞ്ഞു കൊടുത്ത് ചെയ്യിപ്പിച്ചതാ, നിങ്ങൾ കള്ളത്തരം പറയരുത്, മാല മോഷ്ടിച്ച് കഴുത്തിലിട്ടിട്ട് കളി നുണ പറയുന്നു. അപ്പോൾ ചന്ദ്രമതി പറയും, നിങ്ങൾ എന്താ എന്നെ വിളിച്ച് കള്ളിന്നോ? ഇതെൻ്റെ മരുമോൾ കൊടു തന്നാന്ന് പറഞ്ഞില്ലേ? മരുമോൾ കൊടു തന്നതൊന്നുമല്ല, ഇത് നിങ്ങൾ മോഷ്ടിച്ച മാലയാണ്, എൻ്റെ മാല തിരിച്ചു തന്നോ, ഇല്ലെങ്കിൽ ഇപ്പം ഞാൻ പോലീസിനെ വിളിക്കും. അപ്പോൾ എല്ലാവരും കല്യാണത്തിന് വന്ന് കൂടി നിൽക്കുന്നവരെല്ലാം ആകെപ്പാടെ പ്രശ്നമാക്കുവാണ്. എന്താന്നൊക്കെ പറഞ്ഞ് കൂടുമ്പോൾ ചന്ദ്രമതി അങ്ങ് നാണപങ്കിടുക. അപ്പോൾ ഭാമ പറയുന്നുണ്ട്, ചന്ദ്രേ എന്താ ഇത്, ഈ മാല നിനക്ക് എവിടെ നിന്ന് കിട്ടിയതാ? മോഷ്ടിച്ചതാണെന്ന് എല്ലാവരും പറയുന്നു, എല്ലാവരും നോക്കുന്നു, നീ കണ്ടില്ലേ? മോഷ്ടിച്ചാണെങ്കിൽ അതങ്ങ് തിരിച്ചു കൊടുത്തേരെ. എൻ്റെ ഭാമേ നീ പറയുന്നത്, ഇത് ശ്രുതിമോൾ എനിക്ക് കൊടുത്തന്ന മാലയല്ലേ? ഭാമ മനസ്സിൽ വിചാരിക്കാണ്, ദൈവമേ, ഇവളുടെ മരുമോള് കൊള്ളാലോ, എല്ലാം കള്ളികളാണല്ലോ, ശ്രുതി എവിടുന്നോ കട്ടുകൊണ്ടുവന്നാന്ന് തോന്നുന്നു, അതിട്ട് ഞെളിഞ്ഞു നിൽക്കുന്ന കണ്ടില്ലേ എന്നൊക്കെ ഭാമയും വിചാരിക്കുകയാണ് കേട്ടോ. അതേസമയം ആ മറ്റു സ്ത്രീ പറയുന്നുണ്ട്, ആ പോലീസിനെ തന്നെ നമുക്ക് വിളിക്കാം, പോലീസ് വരട്ടെ, എന്നിട്ട് കാര്യങ്ങൾക്കൊക്കെ തീരുമാനമാകാം, എൻ്റെ മാല തന്നെയാണ് ഇത്, എനിക്ക് സംശയമില്ലെന്ന് പറഞ്ഞ് പോലീസിനെ അവർ വിളിക്കുകയാണ് കേട്ടോ. അപ്പോൾ പോലീസിനെ വിളിക്കുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, ആ വിളിക്ക് പോലീസിനെ വിളിക്ക്, പോലീസ് വരട്ടെ, കാര്യങ്ങൾക്കൊക്കെ തീരുമാനം ഉണ്ടാക്കാം. അങ്ങനെ പോലീസ് വരികയാണ് കേട്ടോ. പോലീസ് വന്നു കഴിയുമ്പോൾ ചന്ദ്രയോട് ചോദിക്കുന്നുണ്ട്, ഈ മാല നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടിയതാ? എൻ്റെ മരുമോൾ ശ്രുതി കൊണ്ടു തന്ന മാലയാണിത്, അത് ഇവരുടെ ഞാൻ മോഷ്ടിച്ചാണെന്നാണ് പറയുന്നത്. അഹങ്കാരം, മറ്റുള്ളവർ അണിഞ്ഞൊരുങ്ങി നടക്കുന്ന കാണുമ്പോൾ ഓരോ കള്ളികൾ ഇങ്ങനെ ഇറങ്ങിക്കോളും. അപ്പോൾ മറ്റവർ പറയുന്നുണ്ട് കേട്ടോ, ഇല്ല, ഇത് എൻ്റെ മാല തന്നെയാണ് സാർ, അന്ന് വാങ്ങിച്ച് പരിശോധിച്ച് നോക്ക്, അത് ഉണ്ടാക്കിയ സ്ഥലവും ഒക്കെ ഞാൻ പറഞ്ഞു തരാം
എന്ന് പറയാണ്. ഇതിനു വേണ്ടി ഞാൻ അന്ന് കേസ് ഫയൽ ചെയ്തായിരുന്നു, മാലമോഷണം പോയതിൻ്റെ. അത് സാറിൻ്റെ കയ്യിലുണ്ടായിരിക്കും, മാലയുടെ ഫോട്ടോസും ഒക്കെ ഞാൻ തന്നിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പം SI ഫോണിലൊക്കെ നോക്കുന്നുണ്ട്. നോക്കിയിട്ട് ആ മാലയുടെ ഡിസൈനൊക്കെ കാണുമ്പോൾ പറയാണ്, ആ ശരിയാണല്ലോ, ആ മാല തന്നെയാണല്ലോ ഇതെങ്ങനെ നിങ്ങൾക്ക് കിട്ടി, സത്യം പറ. അപ്പോൾ ചന്ദ്രമതി അങ്ങ് പേടിച്ചു പോവുക. ചന്ദ്രമതി പറയാ, ഇത് എൻ്റെ മരുമോള് ശ്രുതി തന്നതാന്നേ, എന്നാൽ ശ്രുതിയെ വിളിക്ക്, അവളോട് ഇങ്ങോട്ട് വരാൻ പറ എന്ന് പോലീസ് പറയാം. അപ്പോൾ ചന്ദ്രമതി ശ്രുതിയെ വിളിച്ചിട്ട് പറയാം, മോളെ ശ്രുതി, നീ ഇങ്ങോട്ട് വന്നേ, ഞാൻ ഈ വിവാഹ വീട്ടില. എന്താമേ, എന്തിനാ ഇപ്പം ഞാൻ അങ്ങോട്ട് വരുന്നത്? ഞാനിവിടെ പാർലറിൽ കുറച്ച് തിരക്കില്ല, അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. നീ ഇപ്പം ഇങ്ങോട്ട് വാ. നീ തന്ന മാല മോഷ്ടിച്ചാണെന്ന് പറഞ്ഞ് ഇവിടെ പോലീസ് എന്നെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുക. നീ വന്ന് സത്യാവസ്ഥ പറ, എവിടുന്ന ഇത് വാങ്ങിയതെന്ന് നീ പറ. അപ്പം ശ്രുതിയുടെ കാറ്റ് പോവാണ് കേട്ടോ. ദൈവമേ, ഇത് മോഷ്ടിച്ച തന്നെയാണല്ലോ, ആൻ്റണി തന്നതാണല്ലോ എന്നൊക്കെ ഓർക്കുമ്പോൾ ശ്രുതി ഞെട്ടുക. നീ പെട്ടെന്ന് വാന്ന് പറയാം. പിന്നെ ശ്രുതി മനസ്സില്ല മനസ്സോടെ അങ്ങ് എത്തുകയാണ് കേട്ടോ. എത്തുമ്പോൾ പോലീസ് ശ്രുതിയെ പിടിച്ച് ചോദ്യം ചെയ്യുക. നിങ്ങൾക്ക് ഈ മാല എവിടെ നിന്ന് കിട്ടിയതാ? ഏത് ജ്വല്ലറിയിൽ നിന്നാണ് നിങ്ങളിത് വാങ്ങിയത്? സത്യം പറഞ്ഞു ചോദിക്കുക. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അതെൻ്റെ അച്ഛൻ മലേഷ്യയിൽ നിന്ന് കൊണ്ടുവന്നാ. പിന്നെ മലേഷ്യയിൽ നിന്ന് കൊണ്ടുവന്ന മാലയല്ല ഇത് ഇവിടെ തന്നെ ഉണ്ടാക്കിയ മാലയാ. ഏത് ജ്വല്ലറിയിൽ നിന്നാണ് നിങ്ങൾ വാങ്ങിയതെന്ന് പറ. അപ്പോൾ ശ്രുതി സത്യം പറയാം, ഇത് ജ്വല്ലറിയിൽ നിന്നൊന്നും ഞാൻ വാങ്ങിയതല്ല, ഞാൻ വേറൊരാളുടെ അടുത്തുനിന്ന് വാങ്ങിയതാ, എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്തുനിന്ന്. അയാൾക്ക് പണവും കൊടുത്തിട്ട് ഞാൻ വാങ്ങിയതാന്ന് പറയാം. അപ്പോൾ പോലീസ് ചോദിക്കുന്നുണ്ട്, ഏത് ഫ്രണ്ടാണ് ഇത് തന്നത്, അത് നിങ്ങൾ പറ എന്ന് പറയുമ്പം ശ്രുതി സത്യങ്ങളെല്ലാം പറയാണ് കേട്ടോ. ആൻ്റണി എന്ന് പറയുന്ന ഒരു ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയതാണെന്നും അയാൾക്ക് വേറെ ആരോ വിറ്റതാണെന്നും ഇത് മോഷ്ടിച്ചതാണെന്ന് എനിക്ക് അറിയേയില്ലായിരുന്നെന്നും ഒക്കെ ശ്രുതി പറയാണ്. അപ്പോൾ പോലീസ് പറയുന്നുണ്ട്, ഇനിയിപ്പം അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ, മോഷ്ടിച്ചതാണോന്ന് നിങ്ങൾക്ക് അറിയില്ലായിരുന്നല്ലേ? എന്തായാലും നിങ്ങൾ ഇത് സ്വർണ്ണക്കടയിൽ നിന്നൊന്നും വാങ്ങിയതല്ലല്ലോ, ഇത് മോഷണ മുതൽ തന്നെയാണ്, നിങ്ങൾ തന്നെയാണ് കള്ളി. അതുകൊണ്ട് ഇതിൻ്റെ സത്യങ്ങളൊക്കെ തെളിയിച്ചിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി എന്ന് പറയാണ്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ദേവിയത് ഞാനിതൊന്നും അറിഞ്ഞതല്ല, ഞാൻ പണം കൊടുത്ത് വാങ്ങിയ മാല തന്നെയാണ് ഇത്. അപ്പോൾ ചന്ദ്ര അവിടെ നിന്നിട്ട് പറയാണ്, എടി ശ്രുതി, എടി പെരുങ്കള്ളി, നീ ഈ മാല കൊണ്ടു തന്നത് എന്താ പറഞ്ഞിട്ടാ? മലേഷ്യയിൽ നിന്ന് കൊണ്ടുവന്നതാന്ന് പറഞ്ഞിട്ടല്ലേ? ഇപ്പം ഇവിടെ ഏതോ പെരുങ്കള്ളൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയതാന്ന്. കട്ടതും മോഷ്ടിച്ചതും ഒക്കെയാണോടി നീ എനിക്ക് കൊണ്ടു തരുന്നത്? എന്നെ ഇങ്ങനെ ജയിലിലാക്കാൻ വേണ്ടിയിട്ടാണോ നീ ഇതൊക്കെ ചെയ്യുന്നത്? അപ്പോൾ ശ്രുതി പറയാം, അത് അമ്മേ, ഞാൻ ആൻ്റണിയുടെ കയ്യിൽ നിന്ന് വാങ്ങി, നീ ഒന്നും മിണ്ടണ്ട, ഇതാ മാല എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതി ആ മാല ഇങ്ങനെ കഴുത്തിൽ നൂരാൻ തുടങ്ങുമ്പോൾ അതിൻ്റെ ഉടമസ്ഥ പറയാം, ഇങ്ങോട്ട് ഊരിത്താ എൻ്റെ മാല, കഴുത്തിലിട്ട് ഞെളിഞ്ഞ് നിൽക്കുന്ന കണ്ടില്ലേ? അങ്ങനെ ചന്ദ്രമതി മാലയൊക്കെ ഊരിക്കൊടുത്ത് ആകെ മൊത്തം കരഞ്ഞു മെഴുകി ഇങ്ങനെ നിൽക്കുക. അപ്പോൾ പോലീസ് ശ്രുതിയോട് പറയാണ്, എന്തായാലും ഇത് മോഷണം മുതലാണ്, അതുകൊണ്ട് നിങ്ങൾ പതുക്കെ ജീപ്പിലോട്ട് കയറ്, നമുക്ക് സ്റ്റേഷനിൽ പോയി ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് പോലീസ് പിടിച്ചിട്ട് കയറ്റിക്കൊണ്ട് പോവാണ് കേട്ടോ ശ്രുതിയെ. അപ്പോൾ ശ്രുതി ആകെപ്പാടെ ഇനിയിപ്പോൾ എന്താവും അവസ്ഥ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുക. ചന്ദ്രമതി ആണെങ്കിൽ ആകെ നാണം കെട്ട് നിൽക്കുക. അപ്പം മാമ ചോദിക്കുക, എൻ്റെ ചന്ദ്രയെ, എന്നാലും അവൾ ഇങ്ങനത്തെ പണി ചെയ്തല്ലോ, മോഷണം മുതലൊക്കെയാണോ നിനക്ക് കൊണ്ടു തന്നത്? ഇതിപ്പോൾ നമ്മൾ അകത്ത് പോകുന്ന കേസാണ്, ഈ കല്യാണ വീട്ടിൽ ഇത്രയും ആൾക്കാരുടെ മുമ്പിൽ വെച്ച് നാണം കെട്ട് പോയല്ലോ ചന്ദ്രേ. അപ്പോൾ ചന്ദ്രമതി പറയാ, അവളിങ്ങോട്ട് വരട്ടെ, അവൾ എനിക്കൊരു പണി തന്നതല്ലേ, എന്തായാലും അവക്കും തിരിച്ച് ഞാനൊരു പണി കൊടുത്തിട്ടേ ഉള്ളൂ. എന്നെ മോഷണം മുതലൊക്കെ കൊടുത്തന്ന് എന്നെ പറ്റിക്കാൻ നോക്കുന്നു. ഇത്രയും നാളും ഞാൻ വിചാരിച്ചത് അവൾ സത്യമായിട്ടും എന്നെ സ്നേഹിക്കുന്നുണ്ടെന്നും സത്യസന്ധതയായിട്ട് ചെയ്യുന്നതെന്നും. ഇതിപ്പോൾ എന്തൊക്കെയോ തരികിട മണക്കുന്നുണ്ട്. രേവതിക്ക് മാത്രം പണി കൊടുത്താൽ പോരല്ലോ, ഇനി ശ്രുതിക്ക് നല്ല പണി കൊടുത്തിട്ടേ ഉള്ളൂ. അഹങ്കാരി, ഇത്രയും പേരുടെ മുന്നിൽ വെച്ച് ഞാൻ നാണം കെട്ട് ഇനിയിപ്പോൾ ഇവിടെ നിന്നിട്ടും കല്യാണം കൂടിയിട്ടും ഒന്നും ഒരു കാര്യമില്ല. ഭാമേ, നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാം എന്ന് പറഞ്ഞ് ആകെ മൊത്തം വിഷമിച്ച് നാണം കെട്ട് നാറി ചന്ദ്ര പോവാണ് കേട്ടോ. ശ്രുതിയാണെങ്കിൽ സ്റ്റേഷനിലേക്കും പോയിരിക്കുകയാണ്. അങ്ങനെ ശ്രുതിയെ പോലീസ് കൊണ്ടുപോവാണ് കേട്ടോ. ശ്രുതി പോയി കഴിയുമ്പോഴത്തേക്കും ചന്ദ്ര നല്ല ഇതിൽ നിൽക്കുകയല്ലേ. ചന്ദ്ര ഭാമയോട് പറയുന്നുണ്ട്, എൻ്റെ ഭാമ, എന്നാലും ഇവൾ ഇത്രക്കാരിയാണെന്ന് ഞാൻ ഓർത്തില്ല, എന്തെല്ലാം കള്ളത്തരങ്ങളാണ് ഇവൾ പറഞ്ഞുണ്ടാക്കുന്നത്. ഇപ്പോൾ ഇതേ എന്നെ പോലീസ് സ്റ്റേഷനിൽ വരെ കയറ്റാനായിട്ട് പോലീസുകാരുടെയും നാട്ടുകാരുടെ മുമ്പിൽ നാണം കിട്ടും. ഇനിയിപ്പോൾ ആ കല്യാണം കൂടിയിട്ട് എന്ത് കിട്ടാനാ? ഭാമേ, നമുക്ക് തിരിച്ചു പോകാമെന്ന് പറയാം. അപ്പം ഭാമ പറയാം, ചന്ദ്രേ, ശ്രുതി
നിന്റെ മരുമോളല്ലേ, അവളെയല്ലേ പോലീസ് കൊണ്ടുപോയിരിക്കുന്നത്. എന്നിട്ട് ഇങ്ങനെ നീ നോക്കി നിന്നാങ്കിൽ എങ്ങനെയെങ്കിലും അവളെ നമുക്ക് പുറത്തിറക്കണ്ടേ. അപ്പോഴേക്കും ചന്ദ്ര പറയാ, ദേ ഭാമേ, നീ വേണ്ടാത്ത കാര്യമൊന്നും പറയരുത്. ഇത്ര ആളുകളുടെ മുന്നിൽ വെച്ച് എന്നെ നാണം കെടുത്തി നാറാണക്കൽ വരുത്തിയതും പോരാ, ഇനിയിപ്പം ഇവളെ ഞാൻ സ്റ്റേഷനിൽ നിന്ന് എങ്ങനെയെങ്കിലും ഇറക്കണമെന്നോ. നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? അവൾ അവിടെ അകത്ത് തന്നെ കിടന്നോട്ടെ. എൻ്റെ തൊലി ഉരിഞ്ഞു പോയി ആ കല്യാണത്തിന് പോയി നിന്നിട്ട് എന്ത് ചെയ്യാനാന്ന് പറ എന്നൊക്കെ ഇങ്ങനെ പറയാ. ഭാമേ, നീ വാ, വീട്ടിലേക്ക് പോകാം. ആൾക്കാരൊക്കെ നോക്കി ചിരിക്കുന്ന കണ്ടില്ലേ. അപ്പോഴേക്കും ഒരു കൂട്ടർ വന്നിട്ട് ചോദിക്കുക, ചേച്ചി കണ്ടാൽ നല്ല കുടുംബത്തിൽ പറഞ്ഞാന്നൊക്കെ തോന്നുന്നുണ്ടല്ലോ, എന്നിട്ട് എന്താ ചേച്ചി ഇങ്ങനെ മോഷ്ടിച്ച മാലയൊക്കെ ഇട്ടിട്ട് വന്നേ? അല്ല, ഇപ്പം സ്വർണത്തിനൊക്കെ ഭയങ്കര വിലയാണല്ലോ, അതുകൊണ്ട് ചേച്ചി ഇവിടെ നിൽക്കുമ്പോൾ അടുത്ത് നിൽക്കുന്നവരൊക്കെ ഒന്ന് സൂക്ഷിക്കണേ. ഈ മാല എന്തെങ്കിലും ആരുടെയെങ്കിലും ഒക്കെ പൊട്ടിച്ചോണ്ട് പോകുമെന്ന്. അങ്ങനെയൊക്കെ പൊട്ടിക്കുന്ന മാലകളായിരിക്കുമല്ലോ ഇവർ കൊണ്ടുവന്ന് ഇങ്ങനെ ഇട്ട് ചാർത്തി അണിഞ്ഞൊരുങ്ങി ഇറങ്ങുന്നത്. അത് കേൾക്കുമ്പോൾ ചന്ദ്രയ്ക്ക് അങ്ങ് തല പെരുകുന്ന പോലെ തോന്നുക. ചന്ദ്ര ഭാമയോട് പറയാം, ഭാമേ പോ, ഞാൻ ആരുടെ ഇതുവരെ മോഷ്ടിച്ചിട്ടൊന്നുമില്ല കേട്ടോ. അത് അവൾക്കൊരു അബദ്ധം പറ്റിയതാ. എൻ്റെ മരുമോളെന്ന് പറയുന്ന സാധനം അവൾ എവിടുന്നോ മോഷ്ടിച്ച മുതൽ വാങ്ങി എനിക്ക് കൊണ്ട് തന്നതാ. അല്ലാതെ ഞങ്ങളുടെ കുടുംബത്തിൽ ആരും മോഷ്ടിക്കാനൊന്നും പോകാറില്ല. ഇങ്ങനെ ചുറ്റും നിന്ന് വല്ലൊക്കെ പറഞ്ഞാലുണ്ടല്ലോ, ഞാനിപ്പോൾ ഇവിടെ ഒരു കൊലപാതകം വരെ ചെയ്തു പോകും. ഭാമേ എന്നും പറഞ്ഞ് വിളിച്ചിട്ട് ഭാമയും കൊണ്ട് ചന്ദ്ര തുള്ളിച്ചാടി വീട്ടിൽ ചെല്ലുക. വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴേക്കും ഭയങ്കര ദേഷ്യത്തിലാണല്ലോ ചന്ദ്ര. അപ്പം ദേവി ചോദിക്കുന്നുണ്ട്, എന്താ ചന്ദ്രേ? അല്ല ദേവിയേട്ടാ, ഞാൻ പറഞ്ഞില്ലേ ആ കല്യാണ സ്ഥലത്ത് വെച്ച് ഞാനങ്ങ് നാണം കെട്ടി ഇല്ലാതായി. ഒരു സ്ത്രീയുടെ മാല മോഷ്ടിച്ച അവൾ എനിക്ക് കൊണ്ടു തന്നത് സമ്മാനമായിട്ട്. അതിട്ട് കല്യാണത്തിന് പോയപ്പം അവർക്ക് ആ ഡിസൈൻ കണ്ടപ്പോഴേ കാര്യം പിടികിട്ടി. ഉടനെ തന്നെ അവർ പോലീസിനെ വിളിച്ചു വരുത്തി. എൻ്റെ ദൈവമേ, പോലീസുകാരുടെ മുമ്പിൽ നിന്ന് ഞാൻ കരഞ്ഞില്ലെന്നേ ഉള്ളൂ. എന്ത് ചെയ്യാനാ, ഇവിടെ ഒരുത്തി കാണിച്ചു കൂട്ടിയതല്ലേ. അപ്പം രവി ചോദിക്കുക, അത് ശ്രുതിക്ക് ഒരു അബദ്ധം പറ്റിയതല്ലേ? അവൾ ആരോടോ ആ മാല വാങ്ങിയതാന്നല്ലേ പറഞ്ഞത്. അങ്ങനെ വാങ്ങിയപ്പം അത് മോഷ്ടിച്ച മുതലാണെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. മിണ്ടാതിരുന്നോണം രവിയേട്ടൻ. അപ്പോൾ രവി പറയാം, ചന്ദ്രേ, അവളെ നമുക്ക് സ്റ്റേഷനിൽ പോയി ജാമ്യത്തിൽ ഇറക്കണ്ടേ? നിൻ്റെ മരുമോളല്ലേ അവള്. ഞാൻ സുധിയെ വിളിച്ചിട്ടുണ്ട്, അവനും കൂടെ വന്നു കഴിയുമ്പോൾ സ്റ്റേഷനിൽ പോയി അവളെ ഇറക്കണം എന്ന് പറയാം. അപ്പം ചന്ദ്ര പറയാം, അവളെ ഇറക്കിക്കൊണ്ട് ഇങ്ങോട്ടാണോ ഇനി വരാൻ പോകുന്നത്? അവൾ കാരണം എനിക്ക് നാണക്കേടേ ഉണ്ടായിട്ടുള്ളൂ. കാര്യം ഞാൻ തന്നെ കണ്ടുപിടിച്ച മരുമോളാണ്. പക്ഷേ അവൾ എനിക്കിട്ട് തന്നെ നല്ല പണി തന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇനി രവിയായിട്ട് പോയി അവളെ കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് തന്നെ വരണം കേട്ടോ. എൻ്റെ കൺമുന്നിൽ അവളെ കണ്ടുപോകരുത് എന്നൊക്കെ ചന്ദ്ര പറഞ്ഞങ്ങ് ഉറഞ്ഞു തുള്ളുക. രവി ശ്രുതിയും കൂടെ പോകുന്നുണ്ട് ഇറക്കിക്കൊണ്ട് വരാൻ വേണ്ടിയിട്ട് ശ്രുതിയെ. അങ്ങനെ സ്റ്റേഷനിൽ ചെന്ന ജാമ്യത്തിൽ ശ്രുതിയെ വിളിച്ചോണ്ട് വരിക. ശ്രുതി അപ്പം പറയേ ശ്രുതിയോട്, ശ്രുതി, ഞാൻ വീട്ടിലേക്ക് വന്ന അമ്മ എന്നോട് ദേഷ്യപ്പെടും. അമ്മയ്ക്ക് ഇപ്പം തന്നെ നല്ല ദേഷ്യമാണ്. അപ്പോഴേക്കും രവി ചോദിക്കുക, എന്താ മോളെ ഇതൊക്കെ എന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? ചന്ദ്ര പറയുന്നതിലും കാര്യമില്ലേ? അപ്പം ശ്രുതി പറയാം, അച്ഛാ, അത് ഞാൻ വേറൊരു സ്ഥലത്തുനിന്ന് വാങ്ങിയതാണ്. ഡ്യൂപ്ലിക്കേറ്റ് ആണെന്നോ അല്ലെങ്കിൽ എവിടുന്നേലും മോഷ്ടിച്ചാണെന്നോ ഒന്നും മനസ്സിലാക്കാതെ ഞാൻ വാങ്ങിയത്. അവരത് മോഷ്ടിച്ചു കൊണ്ടുവന്നതായിരുന്നു. ലാഭത്തിന് കിട്ടിയപ്പോൾ ഞാൻ വാങ്ങിയെന്നേ ഉള്ളൂ. മോളെ, അങ്ങനെയുള്ളതൊക്കെ വാങ്ങാവോ? അതും വാങ്ങി ചന്ദ്രയ്ക്ക് ഗിഫ്റ്റ് കൊടുക്കാവോ? നീ ചെയ്തത് മോശമായിപ്പോയി എന്ന് പറയാം. ഏതായാലും വീട്ടിലേക്ക് വാ. അവൾ കുറച്ച് ദേഷ്യപ്പെടുമായിരിക്കും, അതൊക്കെ കുറച്ച് കഴിയുമ്പോൾ മാറിക്കോളും. അതൊന്നും കാര്യമാക്കാൻ പോകണ്ടെന്ന് രവി പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ശ്രുതിയും കൂട്ടിയിട്ട് വരിക ചന്ദ്രോദയത്തിലോട്ട്. ശ്രുതി വന്ന അകത്തേക്ക് പേടിച്ച് കയറുമ്പോഴേക്കും ചന്ദ്ര എണീക്കുകയാണ് സെറ്റിയെന്ന്. ചാടി എണീറ്റ് ചന്ദ്ര പറയാ, നിക്കടിയോടെ. അപ്പോഴേക്കും പെട്ടെന്ന് ശ്രുതി പേടിച്ചിങ്ങനെ നിൽക്കുക. എങ്ങോട്ടാടി കയറി പോകുന്നത്? നിന്നെപ്പോലെ ഒരു പെരുങ്കള്ളി ആയി പോയല്ലോ എൻ്റെ വീട്ടിൽ വന്ന് കൂടിയത്. നീ ആദ്യം മുതലേ കള്ളം പറഞ്ഞ് എൻ്റെ മോൻ്റെ ഭാര്യയായിട്ട് ഇവിടെ കയറി വന്ന് ഇപ്പതേ സ്വർണ്ണമാല എവിടുന്നോ മോഷ്ടിച്ചത് കൊണ്ടുവന്ന് എനിക്ക് സമ്മാനം തന്നിരിക്കുന്നവള്. അതുവിട്ട് ആ വിവാഹത്തിന് ഞാൻ പോയത് എൻ്റെ കഷ്ടകാലം. അവിടെ ചെന്ന് എല്ലാവരുടെ മുമ്പിൽ നാണം കിട്ട നാറി ഞാൻ. കള്ളീന്ന് എല്ലാവരും എന്നെ വിളിച്ചു. ഞാൻ ഇതുവരെ അങ്ങനെ ഒരു പേരുദോഷം കേൾക്കേണ്ടി വന്നിട്ടില്ല എനിക്ക്. നീ കാരണം എനിക്ക് സംഭവിച്ചു. അപ്പോഴേക്കും ഉടനെ തന്നെ ശ്രുതി പറയാം, അത് അമ്മേ ഞാൻ. എന്താടി മൂദേവി, നീ അല്ലേടി സ്വർണ്ണമാല മോഷ്ടിച്ചു കൊണ്ടുവന്ന് എനിക്ക് തന്ന എന്നെ പോലീസ് സ്റ്റേഷനിൽ വരെ കയറ്റിയത്? പോലീസുകാരെന്നെ ചോദ്യം ചെയ്തു. എൻ്റെ ദൈവമേ, ആ നിമിഷം അങ്ങ് ഇല്ലാതാക്കി മതിയെന്ന് ഞാൻ വിചാരിച്ചതാ. ഇവളെപ്പോലെ ഒരു പെരുങ്കള്ളിയെ, ഈ മൂദേവിയെ എൻ്റെ വീട്ടിൽ കയറ്റി താമസിക്കാൻ പറ്റില്ല രവിയേട്ടാ. അപ്പോഴേക്കും ഉടനെ ശ്രുതി പറയാ, അതമ്മേ എന്നോട് ക്ഷമിക്കണം. ഞാനത് ലാഭത്തിന് കിട്ടിയപ്പോൾ വാങ്ങി അമ്മയ്ക്ക് തന്നേ ഉള്ളൂ. ഇങ്ങനൊന്നും സംഭവിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. നിനക്ക് ലാഭത്തിന് കിട്ടിയ നീ എന്തും വാങ്ങി എനിക്ക് തരുമോടി? ഇക്കണക്കിന് എൻ്റെ പുക കണ്ടിട്ടേ ഇവള് പോവുള്ളല്ലോ എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര അവിടെ കിടന്ന് അങ്ങ് ഉറഞ്ഞു തുള്ളുക. അപ്പം രവി പറയുന്നുണ്ട്, ചന്ദ്രൻ നീ ഒന്ന് അടങ്ങ്, നീ സമാധാനിക്ക്.
എന്ന് പറയാം. അപ്പോൾ ഉടനെ ദേവതയും വന്ന് പറയാം, അമ്മേ ശ്രുതി അറിയാതെ പറ്റിപ്പോയതല്ലേ, അമ്മ ഇങ്ങനെ ദേഷ്യപ്പെട്ടു. നീ ഒന്നും മിണ്ടാതിരിക്കടി, നിന്നെ പോലെ ഒരു പൂ കെട്ടുകാരിയോട് ഞാൻ എന്തെങ്കിലും അഭിപ്രായം ചോദിച്ചില്ലല്ലോ, പിന്നെ എന്ത് പറഞ്ഞിട്ടാ നീ എൻ്റെ അടുത്തേക്ക് വരുന്നത്, മാറി നിൽക്കടി അങ്ങ്, ഇത് ഞാൻ തീരുമാനിച്ചോളാം എന്ന് പറയാണ്. അപ്പോഴേക്ക് രവി പറയുന്നുണ്ട്, മോളെ ശ്രുതി നീ അകത്തേക്ക് കയറി പോകുമെന്ന് പറയാം. ശ്രുതി പെട്ടെന്ന് പേടിച്ച് അകത്തേക്ക് കയറി പോവുക. ആ പുറകെ നമ്മുടെ ശ്രുതിയും കയറി പോവുക. അപ്പോൾ ചന്ദ്ര അവിടെ നിന്ന് പറയാം, പോകുന്നുണ്ടോ, ഭാര്യയ്ക്ക് സപ്പോർട്ടുമായിട്ട് ഒരു വാലെ തൂങ്ങി, ഭാര്യയുടെ വാലെ തൂങ്ങി പോവുക അവൻ എന്നിങ്ങനെ നിന്ന് പറയുമ്പോൾ രവി പറയുന്നുണ്ട്, എൻ്റെ ചന്ദ്രേ നീ ഇങ്ങനെയൊക്കെ പറയാതെ എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ടെങ്കിലും ചന്ദ്ര നല്ല കട്ട കലിപ്പിലാണ് കേട്ടോ ശ്രുതിയോട്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്